ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് സിനിമകൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ കസിൻസൊക്കെ ആയിട്ട് ഈ ടി വിയിലൊക്കെ ഇടുന്ന സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവർ വന്ന് പറയും, എന്നെക്കാൾ മൂത്ത കസിൻസ്, അതായത് അവർ വന്ന് പറയും, എടാ ഈ സിനിമ അവാർഡ് സിനിമയാണ്, ഇതിൽ അങ്ങനെ ഫൈറ്റൊന്നും ഇല്ല, ഇത് കണ്ടാൽ നമ്മളെ കരയിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ അന്ന് പല സിനിമകൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ സിനിമകളൊക്കെ എടുത്ത് കണ്ടു നോക്കുന്ന ടൈമിൽ ദൈവമേ ഇത്രയും അടിപൊളി സിനിമയാണല്ലോ ഞാൻ എൻ്റെ ലൈഫിൽ ആ ടൈമിലൊന്നും കാണാതെ വിട്ടത്, അല്ലെങ്കിൽ ഈ സിനിമകൾ എന്തുകൊണ്ടാണ് ഞാൻ കാണാൻ ഇത്ര ലേറ്റ് ആയത്, ഒരുപാട് സമയം എടുത്തല്ലോ ഇതൊക്കെ കാണാമെന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് സിനിമകളായിരുന്നു ഈ ഭൂതക്കണ്ണാടി, അതുപോലെ തനിയാവർത്തനം, ആദാമിൻ്റെ മകൻ അബു, ഈമയു, അതേപോലെ കഥാവിശേഷൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ, പരദേശി, അങ്ങനെ ഒരുപാട് സിനിമകൾ. അതായത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, സിനിമകളോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു സിനിമയിൽ നിറയെ ഫൈറ്റ് ഉണ്ടെങ്കിൽ അത് നല്ല സിനിമയാണ്, അതേപോലെ നല്ല ഹിറ്റായിട്ടുള്ള പാട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല സിനിമയാണെന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ കാഴ്ചപ്പാട്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഒരു സിനിമനെ നല്ല ക്വാളിറ്റിയുള്ള സിനിമയാക്കുന്നത് അതിൻ്റെ തിരക്കഥ, അതേപോലെ സ്ക്രീൻ പ്ലേ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലും സിനിമ ഇങ്ങനെ മിസ് ചെയ്തിട്ട് പിന്നെ എടുത്ത് കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ സിനിമകളെ കുറിച്ചൊന്ന് പറയാം, അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറെ ഒന്നിനു വേണ്ടിയിട്ടില്ല, കാണാത്ത സിനിമകളാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ വേണ്ടിയിട്ടാണ്.